കേട്ടോ വീടിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതാണ് വീടിൻ്റെ എൻട്രൻസ്. ഇവിടെ ഈ നാട്ടിൽ ഞാൻ വന്നതിന് ശേഷം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോം ടൂർ വീഡിയോ ആട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്, അതായത് എൻ്റെ വീട്. അപ്പോൾ ഹോം ടൂർ വീഡിയോ ആണ്. ഈ വീഡിയോ എടുക്കുന്നത് കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നതാണ്. ഇപ്പോഴാണ് എനിക്കൊരു അവസരം കിട്ടിയത്. ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അത് മറ്റേ നമ്മുടെ പുല്ല് വെട്ടുന്ന മെഷീൻ്റെ സൗണ്ടാട്ടോ. അവിടെ പറമ്പിൽ അച്ഛനും അമ്മയും കുറച്ച് പണിയിലാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം കേട്ടോ. വീടിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ് വീടിൻ്റെ എൻട്രൻസ്. ഇവിടെ ഈ നാട്ടിൽ ഞാൻ വന്നതിന് ശേഷം ഞാൻ ഒരു കണ്ടേക്കണ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീടുകളിലും ഇതേപോലെ ഒരു സ്വന്തമായിട്ട് ഒരു പശുത്തൊഴുത്തുണ്ടാവും. എല്ലാ വീടുകളും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇവിടെ പണ്ട് നേരത്തെ പശു ഉണ്ടായിരുന്നു. ഇപ്പോൾ പശുവില്ല, കാരണം നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം തന്നെ പശുവിനെയൊക്കെ കൊടുത്ത്. അപ്പോൾ തൊഴുത്ത് ഇപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ, അമ്മയുടെ ചെടിയും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നമ്മുടെ പറമ്പാണ്. അവിടെ കശുമാങ്ങയുണ്ട്, പിന്നെ എന്തൊക്കെയാണ് മാവ്, പ്ലാവ് എന്നിങ്ങനെ വേണ്ട സകല സാധനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നത്. സൗണ്ട് ഞാൻ കറക്റ്റായിട്ട് ഡബ് ചെയ്യാത്ത കാരണം, വോയിസ് ഓവർ കൊടുക്കാത്ത കാരണം പല ഡിസ്റ്റർബൻസ് ഉണ്ടാകും. എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്ക് കുറച്ചും കൂടി താല്പര്യം ലൈവായിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ. കാണുന്ന ഇതാണ് ഇവിടുത്തെ പൂജാമുറി. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചേക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ വീടുകളിലൊക്കെ പൂജാമുറി എപ്പോഴും പുറത്തായിരിക്കും. പൂജാമുറിയാണത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. പിന്നെ അവിടെ ആസ് യൂഷ്വൽ എല്ലാ വീടുകളുണ്ടാവുന്ന പോലെ അഴയൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ അലക്കിയിടുന്നത് അവിടെയാണ്. ഇതായിരുന്നു നമ്മുടെ തൊഴുത്ത്. വീഡിയോ എടുക്കുമ്പോൾ സമയം ഏകദേശം ഒരു 2 മണിയിട്ടുണ്ടാവും. നട്ടുച്ചക്കാണ് എടുക്കണം. അതാണ് കിളികളുടെയൊക്കെ സൗണ്ടും ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീട് അങ്ങനെ മാരകമായിട്ട് വൃത്തിയൊന്നും ആക്കിയിട്ടില്ല. എങ്ങനെയാണോ എൻ്റെ വീട് ഇരിക്കണത് അങ്ങനെ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. കാരണം നോർമലി എല്ലാവരുടെയും വീട്ടിലും എങ്ങനെയാണെന്നറിയാം, അൽക്കുരത്ത് അല്ലെങ്കിൽ അവിടെ ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ വലിച്ചിട്ടുണ്ടാവും. വീഡിയോ എടുക്കേണ്ടെന്നുള്ള പേരിൽ ഞാനൊന്നും വൃത്തിയാക്കാൻ നിന്നിട്ടില്ല. ആസ് യൂഷ്വൽ നോർമലി അകടിച്ചാറിനുള്ള അകടിച്ചു വരിയിട്ടുണ്ട്. ബാക്കിയൊക്കെ അതേപോലെ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള അങ്ങോട്ട് കാണിച്ചു തരാം. ഇവിടുന്ന് ഇതിങ്ങനെ വരും വീട്, ഇത്രയും പോഷൻ. ഇങ്ങനെയാണ് നമ്മളുടെ എൻട്രൻസ്. കമോൺ, നമുക്കകത്തോട്ട് പോകാം. ഇവിടെ വിക്രമത്തിലുള്ള പുത്തമ്പുരയ്ക്കൽ. ഈ ഒരു സാധനം അന്ന് ഞങ്ങൾ മൂന്നാറ് പോയപ്പോൾ മേടിച്ചാട്ടോ. എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്ന എല്ലാവർക്കും ഈ ഒരു വീടും പരിസരമൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം ഇവിടെ ഫുൾ പച്ചപ്പാണ്, ഭയങ്കര കാറ്റും ഇതൊക്കെ ആയിരിക്കും. മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും നല്ല തണുപ്പാണ്. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചത് ഞാനിപ്പോൾ ഈ നിൽക്കണതാണ്. മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഇവിടെ കസേരയൊക്കെ ഇട്ട് ചായയൊക്കെ കുടിക്കാൻ നല്ല രസമാണ്. നല്ല വ്യൂ ആയിരിക്കും. മഴക്കോളും അല്ലെങ്കിൽ നല്ല ഇടി വെട്ടി മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും ദാ കാണുന്ന റോഡില്ലേ, ഇതിവിടെയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ എപ്പോഴും സ്റ്റാറ്റസ് ഇടുമ്പോഴത്തേക്കും എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും, എടി ഇത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ ഉള്ളത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഹോളിൻ്റെ ഭാഗം. യെസ്, ഇതാണ് ഹോള്. ദിവാങ്കോട്ടുണ്ട്, അവിടെ സോഫ സെറ്റ് ഉണ്ട്, ടേബിളുണ്ട്. ഇവിടെയാണ് നമ്മളുടെ TV ഇപ്പോൾ വെച്ചേക്കുന്നത് കേട്ടോ. എൻ്റെ പാവക്കുട്ടന്മാരുണ്ട് അതിൻ്റെ ഒക്കത്ത്. പിന്നെ ഇവിടെ കുറേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ആസ് യൂഷ്വൽ എല്ലാ വീടുകളിലും എല്ലാ വീടുകളിലും കാണുന്ന പോലെ അലങ്കാര പരിപാടികളൊക്കെ ഉണ്ടാവും. ആ പ്രാവും ആ ദൈവത്തിൻ്റെ ഇത് ഞങ്ങളുടെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയാണെന്ന് തോന്നണം കേട്ടോ. എൻ്റെ ഒരു ഓർമ്മയിൽ വീടുകളിലും കാണുന്ന മെയിൻ സാധനം കലണ്ടർ ഇല്ലാത്ത ഒരു വീഡിയോ ഉണ്ടാവില്ല. അത് അമ്മമാരൊക്കെ എല്ലാ സാധനം കലണ്ടറിലൊക്കെ മാർക്ക് ചെയ്ത് തന്നെ. എൻ്റെ അമ്മയൊക്കെ എല്ലൊക്കെ കലണ്ടറിലൊക്കെ മാർക്ക് ചെയ്തിടും. പാലിൻ്റെ പൈസ കൊടുക്കാനുള്ള എത്ര ബാലൻസ് എത്രയൊക്കെ ഉണ്ട് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊക്കെ. ഹോളിലെ ഈ കർട്ടൻ വെച്ചിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത പോലെ കേട്ടോ. ഇവിടെ ലിവിങ് ഏരിയ പോലെ, പിന്നെ അവിടെ നമ്മളുടെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മേശപ്പുറമൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണില്ല. ഇവിടെയൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ്റെ അമ്മയുടെ മരുന്നും അതും ഇതൊക്കെ ഉള്ള. അപ്പോൾ ഞാൻ ആ ഏരിയയിലോട്ട് ഞാൻ കൈ വെക്കാൻ പോകാറില്ല. കാരണം അവരുടെ ഒരു ഇതിലായിട്ട് വെച്ചതായിരിക്കും കേട്ടോ ആ സാധനം. അതാണ് ഞാൻ കൈ വെക്കാൻ പോകാറില്ല. ടേപ്പ് ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനാട്ടോ. ഇതെൻ്റെ അച്ഛൻ്റെ ആയിരുന്നു, എൻ്റെ അച്ചാച്ചൻ്റെ ആയിരുന്നു. ഞാൻ നാട്ടിലൊക്കെ വെക്കേഷനൊക്കെ പോകാൻ നിൽക്കുന്ന സമയത്ത് ഇതിനകത്ത് പാട്ടൊക്കെ റേഡിയോയിലൊക്കെ പാട്ട് ഇട്ടിട്ടായിരിക്കും ഞാനൊക്കെ രാവിലെ തന്നെ എഴുന്നേൽക്കുന്നത്.
ഒരു നൊസ്റ്റാൾജിയാണ്. അച്ചാച്ചന് ഓർമ്മ വരുമ്പോൾ പുള്ളി ടേപ്പ് കാണുമ്പോഴത്തേക്കും. ഒരു ഏരിയയിൽ അമ്മയുടെ തയ്യൽ മെഷീനുണ്ട്. അങ്ങനെ വെട്ടി തയ്ക്കൊന്നുമില്ല, പക്ഷേ കാര്യങ്ങളൊക്കെ ഷേപ്പൊക്കെ ചെയ്യും അമ്മ. ഇവിടെ അങ്ങനെയാണ്. പിന്നെ ഇതാ കാണുന്ന ഷോപ്പ് കേസിൽ ആസ് യൂഷ്വൽ എല്ലാ വീടുകളിലും കാണുന്ന ഒരു കുറേ പ്ലേറ്റ്, ഡിന്നർ സെറ്റ് സാധനങ്ങളൊക്കെ ആരെങ്കിലും വിരുന്നൊക്കെ വരുമ്പോഴത്തേക്ക് മാത്രം പുറത്തെടുക്കുന്ന ഒരു ഐറ്റമാണിത്. ഓഫ്, ഫോണിൻ്റെ മെസ്സേജ് ഒന്ന് സൗണ്ടാണ് ഗൈസ്, ആരും പേടിക്കരുത്. ഒരു റൂമുണ്ട് കേട്ടോ. ആ റൂം ഞാൻ കാണിക്കുന്നില്ല, കാരണം റൂം എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരുടെ പ്രൈവറ്റ് ഏരിയ ആണ്. മീൻസ് അവരുടെ അനുവാദം ഇല്ലാണ്ട് നമ്മൾ കാണിക്കാൻ പാടില്ല. കാരണം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് റൂമിൻ്റെ ഓണറോട് ഞാൻ പറഞ്ഞിട്ടില്ല. ദാറ്റ്സ് വൈ. പിന്നെ ഇവിടെ നമ്മളുടെ വാഷ് ഏരിയ വരും. പിന്നെ നമ്മുടെ ബാത്റൂം എന്ന് പറയുമ്പോൾ കാണിക്കാൻ മാത്രമൊന്നുമില്ല, എല്ലാവരും നോർമലുള്ള ബാത്റൂം തന്നെ. ഞങ്ങളുടെ ഫുൾ നീല കളർ തീമായിട്ടുള്ള ബാത്റൂമാണ് ഗൈസ്. ബാത്റൂമാണ് ഇവിടെ. ഇത്രയേ ഉള്ളൂ. വീട്ടിൽ മൊത്തം 3 റൂമുണ്ട് കേട്ടോ. ഒരു റൂമുണ്ട്, ആ റൂമിൽ ഞാൻ കയറുന്നില്ല. ഞാൻ വാദം ചോദിച്ചിട്ടില്ല റൂമിൻ്റെ ഓണറുടെ അടുത്ത്. സോ കാരണം എല്ലാവരും ഗൈസിനോട് ക്ഷമിക്കുക. ടോട്ടൽ വീട്ടിൽ മൊത്തം 3 റൂമുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ റൂം, എൻ്റെ ഗണേഷിൻ്റെയും റൂം. കാണിക്കാൻ മാത്രമായിട്ട് വേറെ ഒന്നുമില്ല. വലിയ ബെഡുണ്ട്, 2 ചെയ്താലുണ്ട്. പിന്നെ ഈ കാണുന്ന ഡ്രീം ക്യാച്ചർ ഞാൻ 3 മേടിച്ചാണ്. പിന്നെ തുണി സാധനങ്ങളൊക്കെ ഇടാനായിട്ടുള്ളൊരു സ്റ്റാൻഡ് ഉണ്ട്. ഇതാണ് എൻ്റെ മിറർ, എൻ്റെ സൗന്ദര്യം ഞാൻ നോക്കുന്ന മിറർ. പിന്നെ ഇവിടെ കുറച്ച് എന്തൊക്കെയാണ് എൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയുണ്ട് ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുമെന്ന് വെച്ചാൽ ചില ഐറ്റംസൊക്കെ ഞാൻ ഉപയോഗിക്കും, ബാക്കി ഞാൻ ഉപയോഗിക്കില്ല. ഡ്രസ്സും സാധനങ്ങളൊക്കെ വയ്ക്കുന്ന അലമാര. ഇതൊന്നും ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, കാരണം എല്ലാം നല്ല ഭയങ്കര മെച്ചപ്പെട്ടിരിക്കുന്ന കാരണം ഞാൻ നിങ്ങൾ കാണിക്കുന്നത് ഗൈസ്. ഇതാണ് നമ്മളുടെ അടുക്കള എന്ന് പറഞ്ഞത്. എല്ലാ വീടുകളിലുള്ള പോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നു. പിന്നെ ഇവിടെ നമ്മളുടെ അടുപ്പ് സാധനങ്ങളൊക്കെ അമ്മ വിറകടുപ്പ് വയ്ക്കുന്നത്. പിന്നെ മുകളിൽ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പാത്രങ്ങളുണ്ട്, സ്റ്റീൽ പാത്രങ്ങൾ. ഇവിടെ നമ്മളുടെ വർക്ക് ഏരിയ വരും. ഇവിടെയാണ് നമ്മൾ മെയിൻലി പാചകം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ വർക്ക് ഏരിയ. ഇതാണ് എൻ്റെ വീട്, നോർമലുള്ള വീട്. 3 ബെഡ്റൂം, പിന്നെ ഒരു അടുക്കള, വർക്ക് ഏരിയ, ലിവിങ് ഹാൾ, ഇതൊക്കെ തന്നെയാണ്. പിന്നെ പുറത്ത് കുറച്ച് പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീടിൻ്റെ ടെറസൊക്കെ കാണിക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഉൾഭാഗം എന്നൊക്കെ പറയുന്നത്. പിന്നെ ചുറ്റും പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ റബ്ബറുണ്ട് കേട്ടോ. റബ്ബറിൻ്റെ ഇതുണ്ട്. റബ്ബർ ഇപ്പോൾ വെച്ച് പിടിപ്പിച്ചുള്ളൂ. അതിൻ്റെ പരിപാലനത്തിനാണ് അച്ഛനും അമ്മയും. പിന്നെ ചക്ക കുറേ നമുക്ക് ഉണ്ട്. ഞാൻ ഇവിടുന്ന് ചക്ക കണ്ണൂർ വരെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാറുണ്ട്, എറണാകുളത്ത് കൊണ്ടുപോകാറുണ്ട്, കണ്ണൂർ കൊടുക്കാറുണ്ട്. കാരണം എല്ലാവരും പറഞ്ഞു ചക്കക്ക് ഇപ്പോൾ ക്ഷാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് പോയി നല്ല വിരുന്നിനൊക്കെ പോയപ്പോഴത്തേക്കും ചക്ക കൊടുക്കലായിരുന്നു ഞങ്ങളുടെ മെയിൻ പണി. ചക്ക കുറേ ഉണ്ട് ഇവിടെ. മാങ്ങയുണ്ട്, പിന്നെ ആത്തച്ചക്കയുണ്ട്, അതൊക്കെ എൻ്റെ ഫേവറേറ്റാണ്. പിന്നെ എന്താ ഇരുമ്പം പുളി, പേരക്ക, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. പ്രകൃതി രമണീയമായിട്ടുള്ളതാണ്. എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. നോർമലി കാരണം കുറേ പറമ്പും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അറിയാലോ, കുറേ സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് പ്രകൃതി രമണീയമാണ് എൻ്റെ ഈ ഏരിയ. ഒക്കെ ഇവിടെ ഇങ്ങനെ പറമ്പൊക്കെ ഉണ്ട് കേട്ടോ ചുറ്റും. ഈ കാണുന്നത് ഇവിടെ ഫുൾ റബ്ബറിൻ്റെ ആണ്. ആ കാണുന്നത് ഇതാണ് നമ്മളുടെ കാവ്, നാഗങ്ങളുടെ കാവാട്ടോ. നമുക്ക് കുടുംബക്കാവാണ്. ഓരോ മാസം ഓരോരുത്തരൊന്ന് വിളക്ക് കത്തിക്കും. എല്ലാ ദിവസവും ഓരോ കുടുംബക്കാരാണ് വിളക്ക് കത്തിക്കുന്നത്. ഇവിടെയൊക്കെ പുല്ലൊക്കെ ഇപ്പോൾ ക്ലിയർ ചെയ്ത് വന്നേ ഉള്ളൂ. കാരണം റബ്ബറിന് വളമൊക്കെ 2 ടൈമായി. ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് അച്ഛനും അമ്മയാണ് ഗൈസ്. പോർഷനൊക്കെ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കി കൊണ്ടുവരികയാണ്. ഇനി ചെയ്യാനുണ്ട്, കാരണം വളമൊക്കെ ഇടണം റബ്ബറിന്. പിന്നെ ഇതാ കാണുന്നതാട്ടോ നമ്മുടെ കാവ്. ഇതാണേ കാവ്. പിന്നെ ഈ ഏരിയയും കൂടി വൃത്തിയാക്കാനുണ്ട് ഇനി. ഇതൊക്കെ ഗ്രാജുവലി അച്ഛൻ സെറ്റായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഹോം ടൂർ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ വൈകിട്ടായിട്ട് എടുക്കുന്നത്. നേരത്തെ വെച്ചിട്ട് കുറച്ച് തിരക്കയും കാര്യങ്ങളായിപ്പോയി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ.